കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയായ തിരുവനന്തപുരം സൂവിലാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രൻസിൻ്റെ അവിടെ നമ്മുടെ ബാഗ് പരിശോധിക്കും. ബാഗിനകത്ത് പ്ലാസ്റ്റിക്കോ ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കാട്ടുപോത്തുകളെയാണ്. അതിനുശേഷം ഒരുപാട് കുരങ്ങുകളെയും പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റും. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വലിയ വലിയ കൂടുകളിലാണ് വളർത്തുന്നത്. അങ്ങനെ കഴുകനെയും പലതരം പക്ഷികളെയും കൊക്കുകളെയും മാനുകളെയും യമൂനെയും ഒട്ടകപ്പക്ഷീനെയും ഒക്കെ കണ്ടു കഴിഞ്ഞ് നേരെ സിംഹത്തിൻ്റെ അവിടെ എത്തി. കാട്ടിലെ രാജാവായ സിംഹം നല്ല ഉറക്കത്തിലായിരുന്നു. ഇടയ്ക്കൊന്ന് തലപൊക്കി നോക്കുന്നുണ്ട്. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. എണീക്കണ ലക്ഷണമൊന്നും കാണാതായപ്പോൾ നേരെ നടന്നു. അങ്ങനെ ഹിപ്പപ്പൊട്ടാമസിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മുടെ പുള്ളിപ്പുലിയുടെ അടുത്തെത്തി. ആദ്യം ആശാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും ആളുകളുടെ ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വന്ന് കുറേ നേരം അവിടേക്ക് നടന്ന് നേരെ തിരിച്ചുപോയി. ഇത് കടുവകളെയും സിംഹങ്ങളെയും ഒക്കെ ഇട്ടിരിക്കുന്ന കൂടുകളാണിത്. ഞാൻ ഈ ഉച്ച സമയത്ത് വന്നതുകൊണ്ടായിരിക്കാം മിക്ക മൃഗങ്ങളും നല്ല ഉറക്കത്തിലായിരുന്നു. നമുക്കൊരു 1.5-2 മണിക്കൂറെങ്കിലും വേണം ഈ സൂ ഒന്ന് മൊത്തത്തിൽ ചുറ്റി കാണാനായിട്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹന സൗകര്യവും ഇവിടെ ഉണ്ട്. ഒരാൾക്ക് ഈ സൂവിലേക്ക് എൻട്രി ഫീ വരുന്നത് 40 രൂപയാണ്. പ്ലാസ്റ്റിക്കുകളും മറ്റ് ഫുഡ് ഐറ്റംസൊക്കെ ഈ സൂവിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വെറൈറ്റി ഔഷധ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഈ കോമ്പൗണ്ടിലുണ്ട്. നക്ഷത്രാമകളെയും കുറുനരിയെയും ഹൈനയെയും കരടിയെയും ചീങ്കണ്ണികളെയും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഏറ്റവും അവസാനം പാമ്പുകളുടെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അനക്കോണ്ടയും രാജവമ്പാലയും അങ്ങനെ പല വെറൈറ്റി പാമ്പുകളെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. പക്ഷേ വീഡിയോസും ഫോട്ടോസൊന്നും ഇതിനകത്ത് എടുക്കാൻ പാടില്ല. പിന്നെ ചെറിയൊരു ബട്ടർഫ്ലൈ ഗാർഡനുമുണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. രാവിലെ 9 മണിക്കാണ് സൂ ഓപ്പൺ ആക്കുന്നത്. വൈകിട്ട് 5:15 ഇത് ക്ലോസ് ചെയ്യും.